മാത്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് SCRT ടോപ്പിക്സിൻ്റെ സെക്ഷനാണ്. അതിലെ ക്ലാസ് 8 ഇക്വേഷൻസ് എന്ന ചാപ്റ്റർ, സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. പേജ് നമ്പർ 41 എക്സസൈസിലെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലാദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. 80 മീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അതിൻ്റെ വീതിയും നീളവും എത്രയാണ്? 80 മീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ നീളം വീതിയുടെ നീളത്തിൻ്റെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 80 മീറ്റർ ചുറ്റളവുണ്ട്, ചതുരത്തിൻ്റെ നീളം, ചതുരത്തിൻ്റെ ചുറ്റളവാണ് പറഞ്ഞിരിക്കുന്നത് 80 മീറ്റർ എന്ന്. അതുപോലെ തന്നെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് ഒന്നുകിൽ നീളത്തിനെയോ അല്ലെങ്കിൽ വീതിയെയോ എക്സ് എന്ന് എടുക്കാം. ഏതൊരു എക്സ് എന്ന് എടുത്താൽ നമുക്ക് ആൻസർ ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വീതിയെ എക്സ് എന്ന് എടുക്കുവാണ്. വീതി അതായിരിക്കും കൂടുതൽ എളുപ്പമെന്ന് തോന്നുന്നു. വീതിയെ ഞാൻ എക്സ് എന്ന് എടുക്കുവാണ്. അപ്പം നീളം എങ്ങനെ വരുമായിരിക്കും? വീതി എക്സ് ആണെങ്കിൽ നീളം എങ്ങനെ വരും? നീളം വീതിയുടെ 2 മടങ്ങ്, 2 മടങ്ങെന്നാകുമ്പം 2x. നീളം വീതിയുടെ 2 മടങ്ങെന്ന് പറയുമ്പോൾ 2x. 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതൽ. 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതൽ എന്ന് പറയുമ്പോൾ 2x + 1 എന്ന് വരും. 2x + 1 എങ്കിൽ അതിൻ്റെ വീതിയും നീളവുമാണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് വീതിയും കിട്ടി, നീളവും കിട്ടി. വീതി എക്സ് എന്ന് കൊടുത്ത് നീളത്തിന് 2x + 1 എന്ന് കൊടുത്തു. ഇനി എന്ത് കണ്ടുപിടിക്കണം? 80 മീറ്റർ ചുറ്റളവുള്ള, ചുറ്റളവാണ് തന്നിരിക്കുന്നത് അല്ലേ? ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ്? ചുറ്റളവ് തന്നിരിക്കുന്നത് എത്രയാണ്? ചുറ്റളവ് സമം 80 മീറ്റർ. നമുക്കറിയാം ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2 × L + B ആണല്ലേ? 2 × L + B ആണ് നമുക്ക് 80 മീറ്റർ തന്നിരിക്കുന്നത്. 2 × L + B, നീളം അധികം വീതി × 2, അല്ലെങ്കിൽ നീളത്തിൻ്റെയും വീതിയുടെയും തുകയുടെ ഇരട്ടിയാണ്. ഇതിൻ്റെ നീളത്തിൻ്റെ വീതിയുടെയും തുകയുടെ ഇരട്ടിയാണ് ചുറ്റളവെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് 2 × L + B = 80. ഇനി എല്ലും ബിയും കൊടുത്താൽ പോരെ, നീളവും വീതിയും കൊടുത്താൽ മാത്രം മതി ആൻസർ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതെങ്ങനെ വരുമായിരിക്കും? 2 × വീതി എത്രയാണ്? x + 2x + 1. 2x + 1 = 80 എന്ന് കിട്ടും. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. 2ഉം എക്സും കൂടി ചേരുമ്പോഴത്തേക്ക് എന്ത് വരും? 2x പ്ലസ് ഈ 2ഉം ഈ 2x കൂടി ചേരുമ്പോഴത്തേക്കോ 4x. ഈ 2ഉം ഒന്നും കൂടി ചേരുമ്പോഴത്തേക്കോ +2 = 80 എന്ന് വരും. ഇനി 2xും 4xും കൂടി ചേരുമ്പോൾ എത്ര വരും? 6x സമം ഈ 2 സമത്തിനപ്പുറത്തോട്ട് പോവുകയാണ്. അപ്പം എങ്ങനെ വരും? 80 - 2. 80 - 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 78 എന്ന് കിട്ടും അല്ലേ? അതായത് നീളത്തിന് എക്സ് എന്ന് എടുത്തു, വീതിയെ 2x + 1 എന്ന് കിട്ടി. ചുറ്റളവെന്ന് പറഞ്ഞാൽ 2 × L + B = 80 എന്ന് വന്നു. ഫോർമുല 2 × L + B ആണ്. അതിലോട്ട് നമ്മൾ എക്സ് നീളവും, അതിലോട്ട് നമ്മൾ നീളവും വീതിയും അപ്ലൈ ചെയ്തു. x + 2x + 1 അപ്ലൈ ചെയ്തു. ഇവിടെ കിട്ടിയ സംഭവങ്ങൾ അപ്ലൈ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും 2x 4x 2. അപ്പോഴത്തേക്ക് ഇതെന്ത് കിട്ടി? 2xും 4xും കൂടി ചേർത്ത് 6x ആയി. ഈ 2 സമത്തിനപ്പുറത്തേക്ക് പോയി. അപ്പോൾ 80 - 2 നമുക്ക് 78 എന്ന് കിട്ടി. 78. അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കണം അല്ലേ? എക്സ് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. 78 ÷ 6. 78നെ ഈ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എക്സ് എത്രയാണെന്ന് കിട്ടും. അപ്പോൾ എക്സ് സമം എന്ത് വരും? 78/6 എന്ന് വരും. 78/6 ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? 1 6 1 10 ശിഷ്ടം 1 18 13 എത്ര എന്ന് കിട്ടി? എക്സ് എന്ന് പറഞ്ഞത് 13 മീറ്റർ ആണെന്ന് കിട്ടി. വീതി എന്ന് പറഞ്ഞത് എക്സ് വീതിയാണ് അല്ലേ? അപ്പം വീതി എക്സ് = നമുക്ക് 13 മീറ്റർ ആണെന്ന് കിട്ടി. വീതി എത്രയാണ്? എക്സ് വീതിയാണ്. വീതി നമുക്ക് പറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നീളം കണ്ടുപിടിക്കണം അല്ലേ? നീളം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2x + 1 എന്ന് പറഞ്ഞാലാണ് നീളം എന്ന് പറഞ്ഞിരിക്കുന്നത്. 2x + 1 ആണ് നീളം. ഇതോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ലേ? അപ്പം 2 × x എത്രയാണ്? 13 + 1. 2 × 3 26 + 1 എത്രയെന്ന് കിട്ടി? 27 എന്ന് കിട്ടി. 27 മീറ്റർ. നമുക്ക് വീതി 13 എന്നും നീളം 27 എന്നും കിട്ടി. വീതി എക്സ് ആണ്, നീളം 2x + 1 ആണ്. 2 മടങ്ങിനോട് 1 കൂട്ടിയത് 2x + 1. ചുറ്റളവിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു, വീതിയും നീളവും കണ്ടെത്തി. ഞാനത് എഴുതി ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായിട്ട് ഇങ്ങനെ എഴുതി ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബോർഡിലോട്ട് നോക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാക്കും. അവിടെ ഇവിടെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അതാണ് ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ എഴുതി പോകുന്നത്. ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും.
പറ്റും. ഏതെങ്കിലും അതുതന്നെ നീളത്തിനെ കൊടുത്താലും വീതിയെ കൊടുത്താലും നമുക്ക് ഇതേ ആൻസർ തന്നെ കിട്ടും. ഞാനിവിടെ വീതി എക്സ് എന്നെടുത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് നീളത്തിന് 2x+1 എടുത്തു സോൾവ് ചെയ്തു ആൻസറിലോട്ടെത്തി. നമുക്കിവിടെ വീതി 13 മീറ്റർ എന്നും നീളം 27 മീറ്റർ എന്നും ആൻസർ കിട്ടുന്നു. ഈ സെക്ഷനിലെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഒരു പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. ഒരു പെൻസിലിൻ്റെ വില ഈ പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവുമാണ്. ഒരാൾ 5 പുസ്തകവും 2 പേനയും 3 പെൻസിലും വാങ്ങി. ആകെ 74 രൂപയായി. ഓരോന്നിൻ്റെയും വിലയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഒരു പുസ്തകത്തിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ പെൻസിലിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവുമാണെന്ന് പറയുന്നു. ഒരാൾ 5 പുസ്തകം 2 പേനയും 3 പെൻസിലും വാങ്ങിയപ്പോൾ 74 രൂപയായി. നമുക്ക് ഓരോന്നിൻ്റെ വിലയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ പുസ്തകത്തിൻ്റെ വില പേനയുടെ വിലയേക്കാൾ, അതുപോലെ തന്നെ പെൻസിലിൻ്റെ വില പേനയുടെ വിലയേക്കാൾ, അങ്ങനെ പേനയെയാണ് മാനദണ്ഡമാക്കിയെടുത്ത് ഈ രണ്ടിൻ്റെയും വില പറഞ്ഞിരിക്കുന്നത്. പേനയുടെ വിലയെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പുസ്തകത്തിൻ്റെയും പെൻസിലിൻ്റെയും വില എഴുതാനുള്ളത് അല്ലെങ്കിൽ കണ്ടെത്താനുള്ളത്. അതുകൊണ്ട് പേനയുടെ വിലയെ നമുക്ക് ബീജഗണിതം ഉപയോഗിച്ച് രേഖപ്പെടുത്താം. ഞാൻ പേനയുടെ വിലയുടെ എക്സ് എന്ന് കൊടുക്കുകയാണ്. പേനയുടെ വില ഞാൻ എക്സ് എന്ന് കൊടുക്കുവാണ്. ഇവിടെ പുസ്തകത്തിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. പുസ്തകത്തിൻ്റെ വില എങ്ങനെ വരുമായിരിക്കും? പുസ്തകത്തിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതൽ. പേനയുടെ വില എക്സ് ആണെങ്കിൽ പുസ്തകം എന്തായിരിക്കും? x+4 ആയിരിക്കും അല്ലേ? x+4. പേന എക്സ് ആണ്, പുസ്തകം x+4, 4 രൂപ കൂടുതലാണ്. ഇനി പെൻസിലിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവുമാണ്. പെൻസിലിൻ്റെ വില എങ്ങനെ വരുമായിരിക്കും? പെൻസിലിൻ്റെ വില x-2 രൂപ കുറവല്ലേ? കൂടുതലെന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസ് ഇട്ട് എഴുതും, കുറവെന്ന് പറയുമ്പോൾ നമ്മൾ മൈനസ് ഇട്ട് എഴുതും. പേനയുടെ വില എക്സ്, പുസ്തകത്തിൻ്റെ വില x+4, പെൻസിലിൻ്റെ വില x-2 എന്ന് നമുക്ക് വന്നു. ഇനി എന്ത് ചെയ്താൽ മതി? 5 പുസ്തകവും ആകുമ്പോൾ എങ്ങനെ വരും? 5 × ഒരു പുസ്തകത്തിൻ്റെ വില എത്രയാണ്? x+4. 5 പുസ്തകവും 5 × x+4. 5 × x+4 വില. 5 × x+4. 2 പേനയും 2 പേന എത്രയാണ്? 2 ഉള്ളൂ. പേനയുടെ വില എക്സ് ആണ്, അപ്പം 2x. ഏത് ഒരു പേനയ്ക്ക് x രൂപ, അപ്പോൾ 2 പേനയ്ക്ക് 2x രൂപ. പ്ലസ് 3 പെൻസിൽ ആകുമ്പോഴത്തേക്ക് എങ്ങനെ വരും? 3 × പെൻസിലിൻ്റെ വില എന്താണ്? x-2 എന്നാണ് അല്ലേ? പെൻസിലിൻ്റെ വില എങ്ങനെ എഴുതാൻ പറ്റും? x-2 സമം എത്രയായി? 74 രൂപയായി അല്ലേ? പുസ്തകവും 2 പേനയും 3 പെൻസിലും കൂടെ വാങ്ങിയപ്പോൾ എത്ര രൂപയായി? 74 രൂപയായി. ഓരോന്നിൻ്റെയും വിലയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എന്ത് ചെയ്താൽ മതി? ഇപ്പം നമുക്ക് ഈ ഫോം കിട്ടി, നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് ചരങ്ങളെ കളക്ട് ചെയ്ത് എഴുതി, സംഖ്യകളെ കളക്ട് ചെയ്ത് എഴുതി സോൾവ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. അതോടുകൂടി നമുക്ക് ആൻസർ കിട്ടും. സിമ്പിളാണ്. ഇതൊന്ന് നമുക്ക് ബ്രാക്കറ്റ് പോയിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 5 × x എങ്ങനെ വരും? 5x + 4 × 5. 5 × 4 എങ്ങനെ വരും? 5 × 4 20. പ്ലസ് 2x ഗുണിക്കാനോ കൂട്ടാനോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനോ ഇല്ല. ഇനി 3, ഈ 3 എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാം. 3 × x എങ്ങനെ വരും? 3x. 3 - 2. 3 മൈനസ് ആയതുകൊണ്ട് മൈനസ് എഴുതി. പ്ലസ് × മൈനസ് മൈനസാണ്. 3 × 2 എങ്ങനെ വരും? 3 × 2 6 സമം 74. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ 5x + 20. 5 × x 5x. 5 × 4 20. അങ്ങനെ വന്നു. 2x ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനില്ല, അതുപോലെ എഴുതി. അടുത്ത് 3 × x 3x മൈനസ് 3 × 2 6 -6 സമം നമുക്ക് 74 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ചരങ്ങളെ കളക്ട് ചെയ്ത് എഴുതുക, സംഖ്യകളെ കളക്ട് ചെയ്ത് എഴുതുക, കുറയ്ക്കുക, ആൻസർ കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ. 5x എങ്ങനെ വരുമായിരിക്കും? 5x 2x 3x. 5x 2x 3x കൊണ്ട് കൂട്ടുമ്പോൾ എത്ര കിട്ടും? ഇങ്ങനെ വരും 10x. അത് കഴിഞ്ഞ് 20 - 6. 20 - 6 ചെയ്യുമ്പോൾ എങ്ങനെ വരും? 26 വെച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? പ്ലസ് 20 വലുത്, -6 ചെറുതാണ്. അപ്പോൾ 26 വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 14 സമം 74 എന്ന് വന്നു. 10x + 14 സമം 74 എന്ന് വന്നു. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്കിത് കൂട്ടി ആൻസറിലോട്ട് എത്തിയാൽ മതി. അപ്പം 10x സമം 74. ഈ പ്ലസ് 14 സമത്തിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറി? -14. എത്ര കിട്ടി? 74 ന്ന് 14 വെച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 60. 10x = നമുക്ക് 60 എന്ന് കിട്ടി.
മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. 10x സമം 14 സമം 74 കളക്ട് ചെയ്ത് എഴുതിയതാണ്. ഈ +14 സമത്തിനപ്പുറത്തോട്ട് പോകുമ്പോൾ -14 ആവും. കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് 60 കിട്ടി. അതായത് 10x = 60. അതായത് ഇങ്ങനെ വരും, 10x = 60 എന്ന് വരും. x = 60/10 നമുക്ക് എത്രയെന്ന് കിട്ടി? 6 എന്ന് വരും. x = 6. അതായത് പേനയുടെ വില എന്തായിട്ട് കിട്ടി? 6 എന്ന് കിട്ടി. പേനയുടെ വില 6 എന്ന് കിട്ടി. ബുക്കിന് എത്ര രൂപ കിട്ടും നമുക്ക്? x + 4 എന്ന് പറയുമ്പോൾ 10. 6 + 4 10. ബുക്കിന് 10 രൂപ എന്ന് കിട്ടി. ഇനി എന്തുണ്ട്? പെൻസിലുണ്ട് അല്ലേ? പെൻസിലിന് എത്രയാണ്? പെൻസിലിൻ്റെ വില എത്രയാണ്? x - 2. x എന്ന് പറഞ്ഞാൽ 6 ആണല്ലേ? പേനയുടെ വില 6 ആണ്. 6 - 2 ആകുമ്പോൾ എത്ര വരും? 4. ഇത്രയല്ലേ ഉള്ളൂ. ആൻസർ കിട്ടിയില്ലേ? പേനയുടെ വില 6, ബുക്കിന് 10, പെൻസിലിന് 4 രൂപ എന്ന് കിട്ടി. പേനയ്ക്ക് x എന്ന് കൊടുത്തു, പുസ്തകം x + 4, പെൻസിൽ x - 2 എന്ന് വന്നു. ഇനി എന്ത് ചെയ്താൽ മതി? 5 പുസ്തകം, 5 × x + 4, 2 പേന 2x, 3 പെൻസിൽ 3x - 2. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. വേരിയബിൾസിനെ കളക്ട് ചെയ്യുന്ന x = നമുക്ക് 6 എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയ 6. പേനയുടെ വില 6, ബുക്കിൻ്റെ വില 10, പെൻസിലിൻ്റെ വില 4 രൂപ. നമുക്കിവിടെ ആൻസറിലോട്ട് എത്താൻ വേണ്ടി സാധിച്ചു. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുക 36 ആണ്. സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുക 36 തന്നിട്ടുണ്ട്. സംഖ്യകൾ ഏതൊക്കെയാണ്? 2 രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ എടുക്കുന്ന സംഖ്യകൾ, എണ്ണൽ സംഖ്യകൾ എടുക്കുന്ന ഒരു രീതി, വ്യാചാരങ്ങൾ ഉപയോഗിച്ച് എണ്ണൽ സംഖ്യകൾ എടുക്കുന്ന ഒരു രീതി വെച്ചിട്ട് നമുക്കിത് ബീജഗണിതം ഉപയോഗിച്ച് കൊണ്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ തന്നെ 3 എണ്ണൽ സംഖ്യകൾ കൂട്ടുമ്പോൾ 36 എങ്ങനെ വരും നോക്കിയാൽ ട്രിക്ക് മെത്തേഡിലൂടെ ആൻസർ കിട്ടും. ഇവിടെ ഞാൻ ബീജഗണിതം വെച്ചിട്ട് പറഞ്ഞു തരാം. ബീജഗണിതമാണെങ്കിൽ തന്നെ 2 രീതി ചെയ്യാൻ പറ്റും. ഒന്ന് എണ്ണൽ സംഖ്യയിൽ എടുക്കുന്ന പാറ്റേൺ, ഒരു എണ്ണൽ സംഖ്യ x എന്ന് എടുക്കുവാണ്, അടുത്ത എണ്ണൽ സംഖ്യ x + 1 എന്ന് എടുക്കുവാണ്, അതിൻ്റെ അടുത്ത എണ്ണൽ സംഖ്യ നമ്മൾ x + 2 എന്ന് എടുക്കുകയാണ്. എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ കൗണ്ടിങ് നമ്പേഴ്സ് ആണ് സംഖ്യകൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. 1, 2, 3, 4 തുടങ്ങുന്ന കൗണ്ടിങ് നമ്പേഴ്സ്. അതായത് അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുക 36 ആണ്. 0 എടുക്കാൻ പറ്റില്ല, ഒരു സംഖ്യയായിട്ട് നമുക്കതിൽ 0 എടുക്കാൻ പറ്റില്ല. 0 ഒഴിവാക്കിയിട്ടുള്ള സംഖ്യകളാണ്, കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. അപ്പോഴത്തേക്ക് 36 ആണ് വരുന്നത്. 2 രീതി ചെയ്യാം. ഒന്നാമത്തെ രീതിയിൽ ഒരു സംഖ്യ x എന്ന് എടുത്തുകൊണ്ട് അടുത്ത സംഖ്യ x + 1, എണ്ണൽ സംഖ്യകളാണല്ലോ, അപ്പോൾ 1 കൂടി വരും. അതിൻ്റെ അടുത്ത സംഖ്യ x + 2 എന്നിടത്ത് ചെയ്യാൻ പറ്റും. അതൊരു രീതി. ഇനി അടുത്ത രീതി എന്ന് പറയുന്നത് ഒരു സംഖ്യയെ നമുക്ക് x എന്ന് എടുക്കാം, ഒരു സംഖ്യ തൊട്ട് മുന്നത്തെ സംഖ്യയും ഒരു സംഖ്യ തൊട്ട് ശേഷമുള്ള സംഖ്യയായിട്ടും എടുക്കാം. അപ്പോൾ ഒരു സംഖ്യ നമുക്ക് x - 1 എന്ന് എടുക്കാം, അതിൻ്റെ അടുത്ത സംഖ്യ നമുക്ക് x + 1 എന്ന് എടുക്കാം. അപ്പോഴും ആ രീതി ചെയ്താൽ നമുക്കിവിടെ ആൻസർ കിട്ടുന്നതാണ്. ആദ്യം ഞാൻ x + 1 x + 2 എന്ന് എടുത്തിട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ രീതിയിൽ ചെയ്ത് നോക്കാം. അടുത്ത 3 സംഖ്യകളുടെ തുക 36 ആണ്. അപ്പോൾ ഒരു സംഖ്യയെ ഞാൻ x എന്ന് എടുക്കുവാണ്. ഒരു സംഖ്യ x ആണ്. അപ്പം അതിൻ്റെ ആ സംഖ്യ ഞാൻ x എന്ന് എടുക്കുകയാണ്. അതിനടുത്തുള്ള എണ്ണൽ സംഖ്യ എന്തായിരിക്കും? ഒരു സംഖ്യ ഞാൻ x എന്ന് എടുക്കുകയാണ്. അതിനടുത്തുള്ള എണ്ണൽ സംഖ്യ എന്തായിരിക്കും? x + 1 ആയിരിക്കും അല്ലേ? x + 1 ആയിരിക്കും. അടുത്ത സംഖ്യ x + 1 ആയിരിക്കും. അതിൻ്റെ അടുത്ത സംഖ്യ എന്തായിരിക്കും? x + 2 ആയിരിക്കും അല്ലേ? അതിൻ്റെ അടുത്ത സംഖ്യ x + 2 ആയിരിക്കും. ഒരു സംഖ്യ x ആണെങ്കിൽ അതിൻ്റെ അടുത്ത സംഖ്യ, ഇപ്പോൾ ഒരു സംഖ്യ 2 ആണെങ്കിൽ അതിൻ്റെ അടുത്ത സംഖ്യ 3 ആണ്. അപ്പോൾ 3 ആകുമ്പോഴത്തേക്കും x + 1. അതിൻ്റെ അടുത്ത സംഖ്യ 4 ആണ്. അപ്പോഴേ 2 + 2 എന്നല്ലേ വരുള്ളൂ. അതായത് x + 2. x 2 ആണെങ്കിൽ 3ഉം 4ഉം ആണ്. അപ്പോഴത്തേക്കും 3 ആണെങ്കിൽ x + 1, 4 ആണെങ്കിൽ x + 2. ആ രീതിയിലാണ് എടുക്കുന്നത്. അവയുടെ തുക 36 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. 36 ആണ്. എങ്കിൽ എങ്ങനെ ചെയ്യും? ഒരു സംഖ്യ x, മറ്റേ സംഖ്യ x + 1, അതിൻ്റെ അടുത്ത സംഖ്യ x + 2. ഇത് കൂട്ടിയാൽ മതി അല്ലേ? x + 1 + x + 2 എത്ര കിട്ടണം നമുക്ക്? 36 എന്ന് കിട്ടണം. നമുക്കിവിടെ 36 എന്ന് കിട്ടണം. x + 1 x + 2 കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്കിവിടെ എത്ര കിട്ടണം? 36 എന്ന് കിട്ടണം. കളക്ട് ചെയ്ത് എഴുതുവാണ് ചരങ്ങൾ. x 3 പ്രാവശ്യം x ഉണ്ട്. x + x 2x + x 3x 3x + 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 3 = 36. അതായത് 3x = എന്ത് വരും? 36 മൈനസ് ഈ 3 അപ്പുറത്ത് പോകും അല്ലേ? അപ്പോൾ -3 ആവും. 36 - 3. ആൻസർ എത്ര കിട്ടി നമുക്ക്? 33 എന്ന് കിട്ടി. 36 - 3 പോകുമ്പോഴത്തേക്കും 33 ആവും. 3x = 33. അതായത് 3x = 33 എന്ന് വന്നു. അപ്പോൾ x = എങ്ങനെ വരും? 33/3. അപ്പോൾ ആൻസർ ആയിട്ട് 11. 1 3 3
11 3 33. ആൻസർ എത്രയാണ്? എക്സ് ഈക്വൽ ടു നമുക്ക് 11 എന്ന് കിട്ടി. എക്സ് 11 ആണെങ്കിൽ എക്സ് പ്ലസ് 1 എത്രയായിരിക്കും? 12. അടുത്ത സംഖ്യ 13. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാണ്? 11 12 13. ആൻസർ കിട്ടിയില്ലേ? ഒരു സംഖ്യ എക്സ് എന്ന് എടുത്തു, അടുത്ത സംഖ്യ എക്സ് പ്ലസ് 1 എന്ന് എടുത്തു, അതിൻ്റെ അടുത്ത സംഖ്യ എക്സ് പ്ലസ് 2 എന്ന് എടുത്ത് കൂട്ടി കളക്ട് ചെയ്ത് വേരിയബിൾസിനെ കളക്ട് ചെയ്തു, സംഖ്യകളെ കളക്ട് ചെയ്ത് സോൾവ് ചെയ്ത് നമുക്ക് എക്സ് 11 കിട്ടി. 11 12 13 എന്ന ആൻസർ കിട്ടി. ഇനി അടുത്ത രീതിയിൽ നമുക്കിവിടെ സംഖ്യയെ നമ്മൾ എക്സ് തന്നെയാണ് എടുക്കുന്നത്. സംഖ്യ സം എക്സ് എന്ന് എടുക്കുവാണ്. സംഖ്യ എക്സ് തന്നെയാണ്. ഇനി ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ സംഖ്യ എക്സിന് മിഡിൽ ടേം ആയിട്ടാണ് എടുക്കുന്നത്. 3 സംഖ്യകളുണ്ടല്ലോ, അതിൽ നടുക്കത്തെ സംഖ്യയായിട്ടാണ് നമ്മൾ ആരെടുക്കുന്നത്? എക്സിന് എടുക്കുന്നത്. നടുക്കത്തെ സംഖ്യയാണ് എക്സ്. അപ്പം അതിന് മുന്നേ ഉള്ള സംഖ്യ ഇതായിരിക്കും. എണ്ണാൽ സംഖ്യ ആയതുകൊണ്ട് എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. നടുക്കത്തെ സംഖ്യ എക്സ് നടുക്കാണ്. അപ്പോൾ തൊട്ട് മുന്നിലത്തെ സംഖ്യ ആരായിരിക്കും? എക്സ് മൈനസ് 1 അല്ലേ? എക്സ് മൈനസ് 1 ഒന്ന് കുറവായിരിക്കില്ല, സംഖ്യക്കാളും ഒന്ന് കുറവായിരിക്കും. അപ്പോൾ എക്സ് മൈനസ് 1. ഇനി എക്സിന് ശേഷമുള്ള സംഖ്യ ആരായിരിക്കും? എക്സ് പ്ലസ് 1. എക്സിന് ശേഷമുള്ള സംഖ്യ എക്സ് പ്ലസ് 1, എക്സിന് മുന്നേ ഉള്ള സംഖ്യ എക്സ് മൈനസ് 1 ആയിരിക്കും. ഇനി എന്ത് ചെയ്താൽ മതി? ഇവയെ 3 കൂടെ കൂട്ടിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടും? 36 കിട്ടും. ഇവിടെ നമ്മൾ അടുക്കി എടുത്തു. അവിടെ നമ്മൾ നടുക്കത്തെ സംഖ്യ എക്സ് എന്ന് വിചാരിച്ച് മുന്നത്തെയും പിന്നത്തെയും സംഖ്യ എടുത്തു. എന്ത് ചെയ്യുക? ഇവയെ കൂട്ടുക. എക്സ് മൈനസ് 1 പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 36 എന്ന് വരും അല്ലേ? ഈ -1 കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 3 എക്സുകൾ മാത്രമുണ്ട്. 3x ഈക്വൽ ടു എത്ര വരും? 36 എന്ന് വരും. എക്സ് ഈക്വൽ ടു 36/3 എത്രയെന്ന് കിട്ടി? 1 3 3 12 3 36. അപ്പോൾ എത്രയെന്ന് കിട്ടി? 12 എന്ന് കിട്ടി. അവിടെ നമുക്ക് എക്സിൻ്റെ വേരിയബിളിൻ്റെ വില 12 എന്നാണ് കിട്ടിയത്. ഇവിടെ നമുക്ക് 11 എന്നാണ് കിട്ടിയത്. കാരണം നമ്മൾ എടുത്ത പാറ്റേൺ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ സംഖ്യ എക്സ് ആണ്, മിഡിൽ ടേം ആണ്. ആയിട്ട് 12 ആയിട്ട് വന്നത്. അപ്പോൾ തൊട്ട് മുന്നത്തെ സംഖ്യ എന്താണ്? എക്സ് മൈനസ് 1 ആണല്ലേ? അടുക്കത്തെ സംഖ്യ 12 ആണ്. അപ്പോൾ തൊട്ട് മുന്നത്തെ സംഖ്യ ആരായിരിക്കും? 11 ആയിരിക്കും അല്ലേ? തൊട്ട് മുന്നത്തെ സംഖ്യ 11 ആയിരിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത സംഖ്യ ആരായിരിക്കും? 13 ആയിരിക്കും അല്ലേ? 13. ഒരു സംഖ്യ 11, അതിൻ്റെ അടുത്ത സംഖ്യ 13. 2 രീതി ചെയ്താലും ആൻസർ 11 12 13 എന്നേ കിട്ടുകയുള്ളൂ. ഇത് 2 മെത്തേഡാണ്. ഒന്നിനെ മിഡിൽ ടേമിന് എക്സ് എന്ന് എടുത്തു, ആൻസർ കണ്ടുപിടിച്ചു. മറ്റേത് ഫസ്റ്റ് ടേമിന് നമ്മൾ എക്സ് എന്ന് എടുത്തു, ആൻസർ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ഏത് രീതിയാണ് കൂടുതൽ വ്യക്തമാകുന്നത് ആ രീതിയിൽ ആൻസർ കണ്ടുപിടിച്ച് ഉത്തരത്തിലോട്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ചോദ്യം നോക്കാം. അടുത്തടുത്ത 3 ഒറ്റ സംഖ്യകളുടെ തുക 33 ആണ്. സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ചെയ്ത പോലത്തെ ഒരു പാറ്റേൺ ചോദ്യമാണ്. ഒറ്റ സംഖ്യകളുടെ തുകയാണ് ഇവിടെ 33 എന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ സംഖ്യകളാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. ഞാൻ ആദ്യം മിഡിൽ ടേം എടുത്ത് ചെയ്യാം. മിഡിൽ ടേം എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കിട്ടും, പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഞാനിവിടെ മിഡിൽ ടേം ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ സംഖ്യയാണ് അല്ലേ? ഞാനിവിടെ ഒറ്റ സംഖ്യ എക്സ് എന്ന് എടുക്കുകയാണ്. ഒറ്റ സംഖ്യ എക്സ് എന്നെടുത്തു. അതിൽ നടുക്കത്തെ സംഖ്യയാണ്, ഞാൻ മിഡിൽ ടേമിനാണ് എടുക്കുന്നത്. നടുവിലുള്ള ഒറ്റ സംഖ്യയാണ് എക്സ്. അപ്പോൾ തൊട്ട് മുന്നത്തെ ഒറ്റ സംഖ്യ എന്തായിരിക്കും? എക്സ് മൈനസ് 2 ആയിരിക്കും. അതിന് ഇപ്പോഴുള്ള ഒറ്റ സംഖ്യയോ എക്സ് പ്ലസ് 2 ആയിരിക്കും അല്ലേ? ഒറ്റ സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 2 വീതമാണ്. കൂട്ടി 1 3 5 എന്നല്ലേ? അപ്പോൾ 1 + 2 3, 3 + 2 5, 5 + 2 7. അങ്ങനെയാണ് ഒറ്റ സംഖ്യകൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ സംഖ്യയുടെ മിഡിൽ ടേമിന് എക്സ് എന്ന് എടുത്തിട്ട് അതിന് തൊട്ട് മുന്നത്തെ സംഖ്യ എക്സ് മൈനസ് 2 എന്നും തൊട്ട് ശേഷമുള്ള സംഖ്യ എക്സ് പ്ലസ് 2 എന്നും എടുത്തത്. ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ തുക കണ്ടുപിടിച്ചാൽ പോരെ? എളുപ്പമാണ്. -2 പ്ലസ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 33 ആണെന്ന് തന്നിട്ടുണ്ട്. -2 കൂടെ പോയി, പിന്നെ 3x ഉള്ളൂ. 3x ഈക്വൽ ടു എന്താണ്? 33. അപ്പോൾ x ഈക്വൽ ടു എങ്ങനെ വരും? x ഈക്വൽ ടു 33/3 എന്ന് വരും. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എത്ര വരും? 11. ആൻസർ എക്സ് ഈക്വൽ ടു നമുക്ക് 11 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു നമുക്ക് 11 എന്ന് കിട്ടും. ഒറ്റ സംഖ്യകളുടെ തുകയാണ്. സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സംഖ്യ, നടുക്കത്തെ സംഖ്യ 11 ആണ്. നടുക്കത്തെ സംഖ്യ 11 ആണ്. തൊട്ട് മുന്നത്തെ സംഖ്യ ആരായിരിക്കും? 11 - 2 9. തൊട്ട് മുന്നത്തെ സംഖ്യ 9, അതിന് ശേഷമുള്ള സംഖ്യയോ 13 അല്ലേ? കൂട്ടുക. 11 + 2 13. 11 - 2 9. 9 11 13 എന്നിവയാണ് ഈ ഒറ്റ സംഖ്യകൾ. എളുപ്പമല്ലേ? മിഡിൽ ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടി. 9 11 13 ആൻസറിലോട്ട് എത്താൻ വേണ്ടി നമുക്ക് സാധിച്ചു.
ഈ സെക്ഷനിൽ ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് വിട്ടിട്ടുണ്ട്. ഒന്ന് സർക്കിൾസ് വരുന്ന, ആംഗിൾ വരുന്ന ഒരു ചോദ്യവും ഈ പാറ്റേണിൽ തന്നെ കുറച്ചധികം ചോദ്യങ്ങളും ഉണ്ട്. അതിൽ കളക്ട് ചെയ്തിട്ട് ഞാൻ വളരെ 3 ചോദ്യങ്ങൾ 4 ചോദ്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ചോദ്യങ്ങൾ വേറൊരു സെക്ഷനായിട്ട് LP UPക്കാർക്ക് മാത്രമായിട്ട് ഞാൻ വൃത്തങ്ങളെയും ത്രികോണങ്ങളൊക്കെ ചേർത്തുകൊണ്ടൊന്ന് ചെയ്യുന്നുണ്ട് LP UP വിളിച്ചതിന് ശേഷം. അപ്പോൾ ആ സെക്ഷനിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് ഒഴിവാക്കിയത്.